രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. സ്നേഹം എല്ലാ ദുഃഖങ്ങളെയും അകറ്റി നിർത്തുന്ന, സ്നേഹം കൊണ്ട് ഹൃദയവും ഒന്നായിത്തീരുന്ന, സ്നേഹം കൊണ്ട് സർവ കർത്തവ്യങ്ങളും ചെയ്യേണ്ട, ആചരിക്കപ്പെടേണ്ട, നിർവഹിക്കപ്പെടേണ്ട സമ്പ്രദായത്തിൽ നിർവഹിക്കപ്പെടുന്ന അത്യുദാത്തമായിരിക്കുന്ന ശാസ്ത്രം, അത്യുദാത്തമായിരിക്കുന്ന ഉദാഹരണം, അത്യുദാത്തമായിരിക്കുന്ന സംസ്കൃതി, അതാണ് രാമായണം. രാമായണത്തെ ആക്ഷേപിച്ച് നടക്കാൻ പല കാരണങ്ങളാലും താല്പര്യം കാണിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുന്നില്ല. പലരും അക്കൂട്ടത്തിൽ മനസ്സിലാക്കിയിട്ടും സ്വാർത്ഥ മോഹങ്ങൾ കൊണ്ട് അതിൻ്റെ നേരെ കണ്ണടച്ച് ഇതിനെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചു വിടുന്നു. ഇത്രയും ഉദാത്തമായ ഒരു ആദർശം, ലോകം, ഒരു കുടുംബം, അത് വേറെ എങ്ങ് നമുക്ക് കാണാനാണ്? അപ്പോഴേക്കും പിന്നാലെ ഗുരുനാഥൻ വരുന്നു. ഭരതനും ശത്രുഘ്നനും ഓടി ഇങ്ങെത്തിയതാണ്. വസിഷ്ഠ ഋഷി പിന്നാലെ നടന്നു വരുന്നു അരുന്ധതി ദേവിയോടൊപ്പം. അതിൻ്റെ പിന്നാലെയായിട്ട് അമ്മമാർ വരുന്നുണ്ട്, ബന്ധുജനങ്ങൾ വരുന്നുണ്ട്. വസിഷ്ഠൻ എത്തി അരുന്ധതിയോടൊപ്പം. ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും എല്ലാവരും ആ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ അമ്മയുടെ അരുന്ധതി ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ ഗുരുനാഥനോട് ചോദിച്ചു, താതന് സൗഖ്യമല്ലേ? അച്ഛന് സുഖമല്ലേ? അച്ഛൻ വന്നിട്ടില്ല ആ കൂട്ടത്തിൽ. അച്ഛൻ്റെ കാര്യമാണല്ലോ രാമൻ ആദ്യം അറിയേണ്ടത്. താതന് സൗഖ്യമല്ലേ? നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ? എന്നെ പിരിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടോ? ദുഃഖമുണ്ടാകാൻ അനുവദിക്കരുതേ. ആ ദുഃഖത്തെ മധുരങ്ങളായ സാന്ത്വചസ്സുകൾ കൊണ്ട് ദൂരീകരിക്കണം. രാമൻ വസിഷ്ഠ ഗുരുവിനോട് ഇങ്ങനെ അച്ഛൻ്റെ സൗഖ്യം ചോദിക്കുമ്പോൾ ആ ഗുരുനാഥൻ നടന്ന കാര്യങ്ങളെല്ലാം രാമനെ കേൾപ്പിച്ചു. അദ്ദേഹം ഈ ഭൂമി വെടിഞ്ഞിട്ട് ദേവലോകത്തെത്തി താൻ ചെയ്തിരിക്കുന്ന മഹനീയമായ കർമ്മങ്ങളുടെ എല്ലാം ഫലമായിട്ട് ദേവന്മാരാൽ അംഗീകരിക്കപ്പെട്ട് ആദരിക്കപ്പെട്ട് ദേവലോകത്ത് വസിക്കുന്നു എന്ന് ആ ഗുരുനാഥൻ പറഞ്ഞു. പക്ഷേ രാജാവായ ദശരഥൻ, തൻ്റെ പിതാവ്, ഈ ഭൂമിയെ വെടിഞ്ഞു എന്ന് കേട്ടപ്പോഴേക്കും രാമന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാതിൽ തുളച്ചു കയറുന്ന ശൂലം പോലെയായി അനുഭവപ്പെട്ടു രാമൻ ആ വാക്കുകൾ. അത് കേട്ടിട്ട് രാമൻ ഭൂമിയിലേക്ക് വീണു. എല്ലാ ബന്ധുജനങ്ങളും അത് കണ്ട് വേദനിച്ചു. സീതയും ലക്ഷ്മണനും എല്ലാം ആ വാക്കുകൾ കേട്ട് ദുഃഖിതരായി ഭൂമിയിലേക്ക് വീണു. വസിഷ്ഠ ഋഷി അവരെല്ലാം സമാശ്വസിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒരളവ് വല്ല വിധേനയും സമാധാനിച്ചു. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും കൂടി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ മുൻനിർത്തി അവിടെ മന്ദാകിനിയിൽ ചെല്ലുകയാണ്, മന്ദാകിനി നദിയിലേക്ക്. എന്തിന്? ഉദകക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അമ്മമാരും അപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കൂടി അവിടെ എത്തി മന്ദാകിനി നദിയിൽ ഇറങ്ങി കുളിച്ചു. എന്നിട്ട് ഉദകക്രിയ ചെയ്തു. വിധിപ്രകാരം ദശരഥ മഹാരാജാവിൻ്റെ ഭരണാനന്തര കർമ്മങ്ങളെല്ലാം ഭരതകുമാരനും ശത്രുഘ്നകുമാരനും കൂടിയാണ് അയോധ്യയിൽ വെച്ച് നിർവഹിച്ചത്.
രാമനത് ചെയ്യുവാനുള്ള അവസരം അപ്പോഴുണ്ടായില്ല. രാമനത് നിർവഹിക്കുന്നത് ഇപ്പോഴാണ്. അങ്ങനെ തർപ്പണാദികളെല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിന് ദശരഥ മഹാരാജാവിന് പിണ്ടം സമർപ്പിക്കുകയാണ്. ഓടൽ പിണ്ണാക്ക് കൊണ്ടാണ് രാമൻ ദശരഥന് പിണ്ടം സമർപ്പിക്കുന്നത്. ഓരോരുത്തരും എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണം കൊണ്ടാണ് പിതൃക്കളെ പിണ്ടം സമർപ്പിച്ച് തൃപ്തരാക്കേണ്ടത്. രാമൻ കാനനത്തിൽ കഴിക്കുന്ന മുഖ്യ ഭക്ഷണം ഓടൽ പിണ്ണാക്കാണ്. ഓടൽ മരത്തിൻ്റെ കുരു ചതച്ചിട്ട് അതിലെ എണ്ണ എടുത്തതിന് ശേഷം അവശേഷിക്കുന്ന പിണ്ണാക്ക്, അതാണ് മുഖ്യഭക്ഷണം. പിന്നെ പഴങ്ങളും കിഴങ്ങുകളും. ആ ഓടൽ പിണ്ണാക്ക് കൊണ്ട് ദേവലോകത്തെ പോലും അനേക തവണ രക്ഷിച്ചിരിക്കുന്ന ആ ചക്രവർത്തിക്ക് രാമൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ, ദശരഥൻ്റെ മൂത്ത മകൻ, പിണ്ടം സമർപ്പിക്കുന്നു. അമ്മമാരിത് കണ്ട് കരഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുവിധം സമാധാനിച്ച് ആശ്രമത്തിലേക്കെത്തി. അന്ന് എല്ലാവരും അവിടെ ഉപവാസം അനുഷ്ഠിച്ച് കഴിഞ്ഞു. അടുത്ത പുലരിയിൽ എല്ലാവരും എണീറ്റു. നദിയിൽ വന്ന് മന്ദാകിനിയിൽ ചെന്ന് അവർ കുളിച്ച് പ്രഭാതസന്ധ്യയിൽ ചെയ്യേണ്ടതായ പൂജാദികളെല്ലാം നിർവഹിച്ചിട്ട് തിരിച്ച് ആശ്രമത്തിൽ വന്നു. എല്ലാവരും സ്വസ്ഥമായിരിക്കുകയാണ്. ഭരതൻ താൻ എന്തിനു വേണ്ടിയിട്ടാണോ വന്നു ചേർന്നിരിക്കുന്നത് അത് രാമൻ്റെ മുന്നിൽ അഭ്യർത്ഥനയായി സമർപ്പിക്കാനുള്ള അവസരം ഇതാണ് എന്ന് നിശ്ചയിച്ച് രാമൻ്റെ പാദങ്ങളിൽ തൻ്റെ പ്രാർത്ഥനയെ സമർപ്പിക്കാൻ. ഇതെല്ലാം കേട്ടുകൊണ്ട് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. ഗുരുനാഥനുണ്ട്, വസിഷ്ഠ ഋഷിയുണ്ട്, അതേപോലെ അരുന്ധതി ദേവിയുണ്ട്, അമ്മമാരെല്ലാ പേരുമുണ്ട്, സുമന്ത്രരുണ്ട്, ബന്ധുജനങ്ങൾ എല്ലാവരുമുണ്ട്, ഗുഹനുണ്ട്, എല്ലാവരും വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. അവരുടെ എല്ലാം മുന്നിൽ വച്ചിട്ട് അനേരമാശ ഭരതനും രാമനെ ചെന്ന് തൊഴുത് പറഞ്ഞു തുടങ്ങിനാൻ. രാമനെ തൊഴുതുകൊണ്ട് വന്ദിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഞാൻ പറയുന്നതായി ഈ വാക്കുകൾ അങ്ങ് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം. അല്ലയോ ഭഗവാനെ, അങ്ങയെ അയോധ്യയുടെ അധിപനായിട്ട് പട്ടാഭിഷേകം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം, അഭിഷേക സംഭാരങ്ങൾ എല്ലാം അടിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് അഭിഷിക്തനായി തീരണം. അങ്ങയെ ദശരഥൻ്റെ പിൻഗാമിയായിട്ട് അഭിഷേകം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങ് ഈ അഭിഷേകം സ്വീകരിക്കണം. എന്നിട്ട് ഈ രാജ്യത്തെ അങ്ങ് രക്ഷിക്കണം, ഞങ്ങളെയും അങ്ങ് രക്ഷിക്കണം. ഈ രാജ്യം അങ്ങയ്ക്ക് പിതൃപൈതാമഹമായിട്ട് സ്വാഭാവികമായിട്ട് കൈവരുന്നതാണ്. അങ്ങയുടെ ചുമതലയാണ്. പിതാവ് പരിപാലിച്ചിരുന്ന, പൂർവികന്മാർ പരിപാലിച്ചിരുന്ന ഈ അയോധ്യയെ അതേ പ്രകാരത്തിൽ ധർമ്മത്തിന് ലോപം വരാതെ സംരക്ഷിക്കുക എന്നുള്ളത്. അല്ലയോ ജ്യേഷ്ഠ ശ്രീരാമചന്ദ്ര മഹാപ്രഭു, അങ്ങ് ഞങ്ങളോടൊപ്പം അയോധ്യയിലേക്ക് വരണം. വന്നിട്ട് ജ്യേഷ്ഠനല്ലോ ഭവാൻ, ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അങ്ങ് ജ്യേഷ്ഠനാണ്, അങ്ങയുടേതാണ് ഈ രാജ്യം. അങ്ങ് ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ജോലി പ്രജാപരിപാലനമാണ്. ക്ഷത്രിയന്മാർക്ക് വിധിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം അതാണ്. അങ്ങ് അതിനു വേണ്ടിയിട്ട് അയോധ്യയിലേക്ക് വരണം. വന്നിട്ട് അശ്വമേധാദിയും ചെയ്ത് അങ്ങ് അശ്വമേധാദി യജ്ഞങ്ങൾ, മഹനീയങ്ങളായ യജ്ഞങ്ങൾ നമ്മുടെ പിതാമഹന്മാർ ചെയ്തിരുന്ന പ്രകാരത്തിൽ നിർവഹിച്ച് ഈ ലോകം മുഴുവൻ അങ്ങയുടെ കീർത്തിയെ വ്യാപിപ്പിച്ചിട്ട് അങ്ങയുടെ പുത്രന്മാരിൽ ഈ രാജ്യത്തെ അങ്ങയുടെ വാർദ്ധകത്തിൽ സമർപ്പിക്കണം. രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിന് പോകണം. അങ്ങയുടെ പുത്രൻ രാജ്യഭരണത്തിന് പ്രാപ്തനായി തീരുന്ന അവസരത്തിൽ ഇപ്പോൾ ശ്രീരാമചന്ദ്രന് പുത്രനില്ല, പുത്രൻ ജനിക്കും. അതാണ് ഭരതൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ പുത്രന്
രാജ്യം മുഴുവൻ സമർപ്പിച്ചിട്ട് പുത്രനെ ഈ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായിട്ട് അഭിഷേകം കഴിച്ചതിന് ശേഷം അങ്ങ് കാനനത്തിലേക്ക് പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അങ്ങിപ്പോൾ ചെറുപ്പത്തിലെ തന്നെ കാനനത്തിൽ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുന്നു. ഇത് അനുചിതമാണ്, ഒരിക്കലും ചേർന്നതല്ല. നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയല്ലല്ലോ. കാളിദാസൻ അതെല്ലാം കൂടി സംഗ്രഹിച്ച ഒരു ശ്ലോകത്തിൽ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. രഘുവംശത്തിൽ ശൈശവേ അഭ്യസ്ത വിദ്യാനാം. സൂര്യവംശ രാജാക്കന്മാർ, രഘുവിൻ്റെ വംശത്തിൽ പറഞ്ഞ രാജാക്കന്മാർ ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോഴേക്കും വിദ്യകളെല്ലാം പഠിക്കുന്നു, വേദാംഗങ്ങളെല്ലാം പഠിക്കുന്നു, ധനുർവേദം പഠിക്കുന്നു. അങ്ങനെ രാജ്യത്തെ രക്ഷിക്കുന്നതിൽ പ്രാപ്തി നേടുന്നു. യൗവനമാകുമ്പോഴോ യൗവനെ വിഷയീക്ഷീണാം. യൗവനമാകുമ്പോഴേക്കും രാജാവ് എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതായ സർവ്വ കർത്തവ്യങ്ങളും ഭംഗിയായി, ലോകത്തിന് മുഴുവൻ ഹിതകാരിയായി, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുമാറ് നിർവഹിക്കുന്നു. എന്നിട്ട് വാർദ്ധകമാകുമ്പോൾ വാർദ്ധകേ മുനിവൃത്തീനാം. വയസ്സാകുമ്പോഴേക്കും മുനിവൃത്തി സ്വീകരിക്കുന്നു, തപസ് ചെയ്യുന്നു. പുത്രനെ രാജാവായിട്ട് അഭിഷേകം കഴിച്ചിട്ട് കാനനത്തിലേക്ക് പോയിട്ട് ഏകാന്തതയിലിരുന്ന വിധിപ്രകാരം തപസ് അനുഷ്ഠിക്കുന്നു. അങ്ങനെ യോഗേന അന്തേ തനുത്യജാം. ആയുസ് ഒടുങ്ങുന്ന അവസരത്തിൽ യോഗശക്തിയെ പൂർണ്ണമായി വികസിപ്പിച്ച ആ യോഗശക്തിയുടെ ബലത്തിൽ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ശരീരം പ്രാണനെ വിട്ട് അങ്ങ് പോവുകയല്ല. എല്ലാവർക്കും സാധാരണ സംഭവിക്കുന്ന അങ്ങനെയാണ്. പ്രാണൻ ശരീരത്തെ വിടുന്നു, ശരീരം പ്രാണനെയും വിടുന്നു. അങ്ങനെ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നു. എങ്ങനെയാണോ പുഷ്പം കൊഴിയുന്ന അതേപോലെ ശരീരം കൊഴിഞ്ഞു പോകുന്നു. ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എപ്പോഴാണ് കൊഴിയുന്നതെന്ന് പോലും ആരും അറിയുന്നില്ല. എന്നാൽ ആരാണോ യോഗശക്തി നേടിയിരിക്കുന്നത് അവർ എപ്പോഴാണ് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുവാൻ ശേഷിയുള്ളവരാണ്. അതാണ് യോഗേന അന്തേ തനു ത്യജാം. ശരീരത്തെ ത്യജിക്കുന്നവർ അവസാനം കർമ്മബാധ്യതകളെല്ലാം തീർത്ത് കഴിയുമ്പോൾ, പ്രാരബ്ധമെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ, ചെന്നെത്തേണ്ടതായ പരമാത്മപദത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇനി ഈ ശരീരം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ശരീരത്തെ ഉപേക്ഷിക്കുന്നവർ, അങ്ങനെ മഹാസമാധിയാകുന്നവർ, അതാണ് സൂര്യവംശജരുടെ പ്രത്യേകത. ആ പ്രകാരത്തിൽ അങ്ങ് വാർദ്ധകത്തിൽ മുനിവൃത്തിയാകണം. ഇപ്പോഴല്ല, കുഞ്ഞുങ്ങളെ രാജ്യഭരണം ഏൽപ്പിച്ചിട്ട് അങ്ങ് അന്ന് തപസ്സിന് പുറപ്പെടുക. ഇപ്പോഴിത് അനുചിതമാണ് എന്ന് കരികാരണ സഹിതം രാമന്റെ കർത്തവ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരതൻ ജ്യേഷ്ഠനോട് പറയുന്നു. എന്നിട്ട് ഭരതൻ ഈ ഒന്നുകൂടി പറയുന്നുണ്ട്, അല്ലയോ ജ്യേഷ്ഠ, എൻ്റെ അമ്മ പറഞ്ഞതായ ആ വാക്കുകൾ അതൊരിക്കലും അങ്ങയുടെ മനസ്സിൽ വച്ചേക്കരുത്, അതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ തൻ്റെ പാദങ്ങളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമസ്കരിക്കുന്ന ഭരതനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഉത്സംഗം ആരോപ്യ തൻ്റെ മടിയിലിരുത്തിയിട്ട് ഒരു കൊച്ചുകുഞ്ഞിനെ എന്ന പോലെ ചിത്തമോദേന സന്തോഷത്തോടുകൂടി ഉണർന്നു ചൊല്ലിയിടിനാൻ. ആലിംഗനം ചെയ്തുകൊണ്ട് ഭരതനോട് പറഞ്ഞു, കുഞ്ഞെ, നീ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ കേട്ടു, അതെല്ലാം എനിക്ക് ഭംഗിയായി മനസ്സിലായി. നീ വളരെ സമർത്ഥമായിട്ട്, വളരെ യുക്തിസഹമായിട്ടെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഒരു കാര്യമുണ്ട് ഇതിൽ. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ. അച്ഛൻ്റെ കൽപ്പന എന്താ? അദ്ദേഹം എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് തന്നെയാണ് 14 വർഷം ഞാൻ കാട്ടിൽ വാഴണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ അദ്ദേഹം എന്താ ചെയ്തത്? പിത്ര, നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി. അമ്മ മാതൃസമ്മതമായിരിക്കുന്ന ഈ രാജ്യം നമ്മുടെ പിതാവ് നിനക്ക് നൽകിയിരിക്കുന്നു. ഇതെല്ലാം അച്ഛൻ്റെ തീരുമാനമാണ്. അച്ഛൻ്റെ വാക്ക്, അച്ഛൻ്റെ നിശ്ചയം പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം വേദവാക്യമാണ് എന്നറിയണം.
ചേതസാപാർക്കിൽ നമുക്കിരുവർക്കും ഈ താതനിയോഗം അനുഷ്ഠിക്കുകയും വേണം. അച്ഛൻ്റെ നിയോഗമാണിത്. അത് നമ്മൾ രണ്ടുപേരും അനുഷ്ഠിക്കേണ്ടവരാണ്. ഞാൻ മാത്രമല്ല, നീയും അനുഷ്ഠിക്കേണ്ടതാണ്. ഞാൻ 14 വർഷം കാട്ടിൽ തന്നെ വസിക്കണം. നീ നിനക്ക് അച്ഛൻ തന്നിരിക്കുന്നതായ രാജ്യവും വാഴണം. ഒരിക്കലും അച്ഛൻ്റെ വാക്കിനെ ലംഘിക്കാൻ പാടില്ല. ആരാണോ പിതാവിൻ്റെ വാക്കിനെ ലംഘിക്കുന്നത് അവർ ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചതിന് തുല്യമാണ്. അതിനാൽ അല്ലയോ കുഞ്ഞെ, നീ അയോധ്യയിലേക്ക് മടങ്ങിച്ചില്ല. അവിടെ സിംഹാസനത്തിലിരുന്നിട്ട് അയോധ്യയെ ഭംഗിയായി സംരക്ഷിക്കുക. ഞാൻ കാട്ടിൽ വസിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും